രാധു ചായ. അങ്ങേര് രാവിലെ തുടങ്ങി. ഒന്ന് എടുത്ത് കുടിച്ചൂടെ മനുഷ്യ? നിങ്ങളുടെ 2 മക്കള് മുകളിലുണ്ട്, അതിനെ പോയി ഒന്ന് വിളിച്ചോണത്ത്. ആ പിള്ളേരിപ്പോൾ വരുമെന്നാണ് പറഞ്ഞത്. നീ അതിനെന്തിനാ എൻ്റെ തലമുണ്ടെങ്കിൽ പറഞ്ഞേ? അവര് രാവിലെ എണീറ്റോളൂ. എന്തിനാ രാധോസ വെറുതെ രാവിലെ? എണീറ്റ പൊന്നാര മോള്, നിനക്കൊക്കെ ഒന്ന് സഹായിച്ചുകൂടായോ? രാവിലെ തുടങ്ങുന്ന പണിയാ, എപ്പം തീരാനാന്നും പറഞ്ഞ? എൻ്റെ പൊന്നു രാധു നിർത്ത്. രാവിലെ തന്നെ എന്തിനാ വെറുതെ ഇങ്ങനെ ബഹളം വെക്കുന്നത്? അല്ല കൃഷ്ണ, അവരൊക്കെ എപ്പോഴാ തന്നെ രാവിലെ വരുമെന്നല്ലേ പറഞ്ഞ്? അവരെത്തിയല്ലോ. രാധുമാ ചായ എടുത്തോളൂ കേട്ടോ. ആരത്? കാശിക്കുട്ടനോ? എവിടുന്ന് പൊക്കിയതിന്? അതൊരു നീണ്ട കഥയാ, പഴയ പറയാം. രാധു എന്തേ? രാധു ഒക്കെ ഇവിടെ ഉണ്ടേ, നമ്മളെ അന്വേഷിച്ച ആൾക്കാരുണ്ട് അല്ലേ? അതെന്ത് വർത്താനം രാധുസേ? ഞങ്ങളങ്ങനെ മറക്കുമോ ഞങ്ങൾ രാധുസിനെ? കൃഷ്ണ മറക്കുമായിരിക്കും, ഞങ്ങൾ മറക്കില്ല. ഡേയ് എനിക്കിട്ടുണ്ടാക്കല്ലേ, പോയി ഫ്രഷായിട്ട് വന്ന് കഴിക്കാൻ നോക്ക്. എനിക്കിട്ടുണ്ടാക്കാൻ നിൽക്കുന്നവന്മാർ. നിങ്ങൾ 4 പേര് വന്നോളൂ. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരാളോട് കാണണമല്ലോ, എൻ്റെ മോനെന്ന് പറഞ്ഞൊരു സംഭവം. അതാ കാറിലിരിപ്പുണ്ട് തന്നെ. കൃഷ്ണ എന്ന് വിളിച്ചാലേ വരുവുള്ളൂ. ഞങ്ങളിഞ്ഞു പോന്നു. നിങ്ങൾ ചെല്ല്, ഞാൻ വിളിച്ചിട്ട് വരാം. അതല്ല, ഞങ്ങളുടെ അനിയത്തി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ. അവളകത്തുണ്ട്, ചെല്ല്. കോഴിക്കുഞ്ഞ് രാധൂസ് വിളിക്കുന്നു, ചെല്ലി. എത്ര കാലമായിട്ട് കുരുട്ടടയ്ക്ക് നിന്നെ കണ്ടിട്ട്. അതിന് എന്നെയല്ലല്ലോ കിട്ടാത്ത, തന്നെയല്ലേ? ഡി കൂടുതലും കയറില്ലേ, ഞാൻ നിന്റെ ചേട്ടനാണ്. കയറിയ നീ എന്ത് ചെയ്യും? ഒലത്തു കാണണല്ലോ. നീ പോടാത്തേണ്ടി ചേട്ടാ. നീ പൊടി ഇവിടുന്ന് വന്നേതവള്. പോവാൻ എനിക്ക് മനസ്സില്ല. പണ്ട് അമ്പലപ്പറമ്പ് വെച്ച് എനിക്ക് മുട്ടായി മേടിച്ച് തരാന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ നീ എന്തോടാ പറഞ്ഞ്? തരത്തില്ലെന്നോ? അവൾ അനിയത്തിയ കൊച്ച എന്തൊക്കെയായിരുന്നു ഒലക്കയുടെ മൂട്. ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ, മോളെ മേടിച്ചല്ലേ, പോകത്തേക്ക് പോകും. മര്യാദയ്ക്കാണെങ്കിൽ മര്യാദയ്ക്ക്, അല്ലെങ്കിൽ സിദ്ധുവിനെ കണ്ടുപിടിച്ചെന്നില്ലെങ്കിൽ നിന്നെ ദോശയ്ക്കകത്തിട്ട് അടച്ച് കലക്കി ദോശ ഇട്ടിരുന്നു, കേട്ടില്ലേ? ഡേ നിർത്ത്. എന്തോ ഇവിടെ കയറി പോന്നു? വന്നു കണ്ടു തുടങ്ങി. നിങ്ങൾ കഴിഞ്ഞ അനുഭവത്തി എന്തോ കിരിയ പമ്പും വല്ലതും വരുന്നെന്ന് തോന്നുന്നു. ജിത്തു നിന്നെ അമ്മ വിളിക്കുന്നു. ഇപ്പൊ ഞാൻ പോവാ, നിന്നെ ഞാൻ പിന്നെ എടുത്തോളാം. കൃഷ്ണ നീ വന്ന്, അമ്മമാരൊക്കെ റെഡിയായിട്ട് അവിടെ നിൽക്കുന്നു. എന്തോ സംസാരിക്കാണ്ടെന്ന് പറഞ്ഞില്ല അമ്മമാർ വിളിച്ചത്. നീ ചെല്ലാം അങ്ങോട്ട്. അവന്മാരവിടെ വെയിറ്റ് ചെയ്തോളൂ, ഞാൻ ഇപ്പം തന്നെ പോണോ? കൃഷ്ണ വേണ്ട, നീ ചെല്ല്. പക്ഷേ എനിക്ക് വേണം. നീ ചെല്ല്, അമ്മയുടെ വെയിറ്റ് ചെയ്യാ. അളിയമ്മ നമുക്ക് കുറച്ച് സംസാരിക്കാനുണ്ടല്ലോ. നമ്മള് സമയം വേസ്റ്റ് ആക്കാൻ പാടില്ല. ഇത് നീ അകത്തേക്ക് കൂടി ചെല്ല്. എന്തോ കാര്യത്തിനാണ് പുല്ല് ഇങ്ങോട്ട് കയറി വന്നേ? ഞാൻ ഇങ്ങോട്ട് എടുത്തില്ലേ? എനിക്കറിയായിരുന്നു നീ ഇവിടെ ഇത് തന്നെ പണിയെന്ന് എനിക്കറിയായിരുന്നു. ജിത്തുവിനെ പറഞ്ഞു വിട്ടപ്പോഴേ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് മനെ ഞാൻ ഇങ്ങോട്ട് വന്നേ. വാ കാര്യങ്ങൾ പറയണ്ടേ, വാ. നീ എന്താടി ലേറ്റായത്? കുറെ നേരം ആയല്ലോ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട്. ഇങ്ങനെ വരും
വേദുവിനെ ടിക്കറ്റ് ഇട്ട് അവള് വരുമോ? ആ വേദുവിനെ കണ്ടോ? ചുമ്മാ അല്ല താമസിച്ചത്. നീ അവനെ നോക്കി പേടിപ്പിക്കാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. ഇപ്പം കുറച്ച് സൂചനയൊക്കെ തന്നു, എന്നാലും ഒന്ന് ക്ലിയർ ആക്കി ഒന്ന് കൺഫ്യൂസ് ആക്കി പറ. നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ, ഞാനിവിടുന്ന് പോയ വർഷം തൊട്ട് ഇവിടെ ഉത്സവമില്ല, ഒന്നുമില്ല, പ്രോഗ്രാമൊന്നുമില്ല. അതിൻ്റെ ഒരു ഇതിൽ വെച്ചിട്ട് മറ്റേ മംഗലത്തുകാർ ആ പ്രോപ്പർട്ടി അവർ ഏറ്റെടുത്തു. പിന്നെ അപ്പൻ എന്താ പറയുക, പണ്ടത്തെ മാധവേട്ടനുള്ള ഒരു വിലയും ഇന്ന് ഈ നാട്ടിലില്ല. പിന്നെ ചിലരുണ്ട് അച്ഛനെ ബഹുമാനിക്കുന്നതൊക്കെ, അതല്ല കാര്യം. പക്ഷേ ആ അമ്പലത്തിൽ, നമ്മുടെ മുത്തപ്പൻ്റെ അമ്പലത്തിൽ പരിപാടി നടന്നില്ല, അറിയാലോ നിനക്ക്. അതുകൊണ്ട് എനിക്ക് ഈ വർഷം ആ അമ്പലത്തിൽ ഉത്സവം നടത്തിക്കണം. ഞാൻ അപ്പൻ്റെ കൊടുത്ത് വാക്കാതെ. അതിന് നിങ്ങളതിൻ്റെ കൂടെ വേണം. ഇവ വിളിച്ച് മംഗലത്തുകാർ പണിതൂന്ന് പറഞ്ഞപ്പോൾ ഇത്രയ്ക്കും താഴ്ന്ന പണിയാ അവന്മാർ ചെയ്തെന്ന് അറിഞ്ഞില്ല. എന്തായാലും നമ്മളെല്ലാം ഒന്നിച്ചല്ലോ, നീ കൊടുക്കുമ്പോൾ അങ്ങേറെ അണ്ണാക്കിലിട്ട് തന്നെ കൊടുക്കണം. ഞങ്ങളൊക്കെ നിൻ്റെ കൂടെ തന്നെ കാണും. നീ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി. അല്ല ഇപ്പം എന്ത് ചെയ്യാനാ പരിപാടി? എൻ്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്, പക്ഷെ അതിന് സഹായം കാർത്തികയുടെയാണ് വേണ്ടത്. അവന്മാർ നമുക്ക് എങ്ങനെയാണോ പണി തന്നത് അതുപോലെ തന്നെ തിരിച്ച് പണി കൊടുക്കണം, എന്നാലേ അവന്മാർക്ക് കൊള്ളൂ. പിന്നെ നീമാരെയൊക്കെ വിളിച്ചത് എന്തായാലും ഇവൻ കോടതിയിൽ ചെന്നിട്ട് വാദിക്കുമ്പോൾ അവന്മാരെന്തായാലും പണിയാതിരിക്കൽ വേണ്ടിയിട്ട്, അങ്ങനെ കൈ പൊങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നീമാരെ വിളിച്ചത്. പിന്നെ നീമാരെ സഹായം വേണം, അറിയാലോ, എവിടെന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ സഹായം വേണം. നീ ഫസ്റ്റ് ഐഡിയ പറ, ഞങ്ങൾ എവിടെയൊക്കെയാണ് പ്രയോഗിക്കേണ്ടതെന്ന് ഒന്ന് ആലോചിക്കട്ടെ. ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷേ ആ തറവാട്ടിലൊരുത്തന് വേണ്ടേ? ആരെ ഇപ്പം നിർത്തുക? ഫസ്റ്റ് അവിടെയുള്ള ആ കാര്യസ്ഥൻ പണി ഉണ്ടല്ലോ, ആ ശങ്കരപ്പിള്ള, അവനെ പൊക്കണം. അവനെ പൊക്കിയിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഫസ്റ്റ് അറിയണം. എന്നിട്ട് വേണം അവനെ തട്ടിയിട്ട് വേണം പുതിയ കാര്യസ്ഥനെ വരുത്താൻ. എന്നാലേ കാര്യങ്ങളൊക്കെ നടക്കൂ. ഏതായാലും ഒരാഴ്ചയല്ല 2 ദിവസം നമുക്ക് അടിച്ചു പൊളിക്കാം. എന്നിട്ട് നമുക്ക് പരിപാടി തുടങ്ങാം. ആ അവിടുത്തെ കാര്യസ്ഥനെയും ഒക്കെ പൊക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. പിന്നെ പേടിക്കേണ്ടത് അവിടുത്തെ 3 സൽപുത്രന്മാരെയാണ്. പുത്രന്മാരല്ല, ഗുണ്ടകളെന്ന് തന്നെ പറയാം. അച്ഛൻ തീറ്റി പോറ്റുന്ന ഗുണ്ടകൾ. ആ ഗുണ്ടകളെ നമുക്ക് ഫസ്റ്റ് ഒന്ന് പൊരുത്തണം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പണി തുടങ്ങാം. പക്ഷേ ഗുണ്ടകളെ ഇപ്പം എങ്ങനെ പൂട്ടുക? ഗുണ്ടകളെ പൂട്ടുന്നൊക്കെ കാര്യം ഒക്കെ വല്ലതും കഴിച്ചിട്ട് പോരെ? എനിക്ക് വിശക്കണോ? വിശപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കും വിശക്കണോ. നമുക്ക് വല്ലതും തിന്നിട്ട് ബാക്കി സംസാരിക്കാം. അല്ല, ബാക്കി സംസാരിക്കാനൊന്നുമില്ലല്ലോ, ഇനി പണി തുടങ്ങാനല്ലേ ഉള്ളൂ. 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് പണി തുടങ്ങാം. ഞങ്ങളെ കഴിക്കാൻ പറഞ്ഞു വിട്ടിട്ട് വേണം കൃഷ്ണയ്ക്ക് മനസ്സമാധാനമായിട്ട് വേദന എടുത്തിരിക്കാൻ, അല്ലേടി? മക്കൾ ഇങ്ങനെ ആ കുറിപ്പിലടപ്പ് തപ്പുണ്ട് മുത്തപ്പാ. അമ്മയോട് ചോദിക്കണം? വേണ്ട, തപ്പിയിട്ട് ചോദിക്കല്ലേ. അല്ലേ വേണ്ട, ചോദിച്ചിട്ട് അവളുടെ അടുത്ത് പോലെ, അതായിരിക്കും സേഫ്. രാധവേ, വേദ എന്തേ? അവൾ അമ്പലത്തിൽ പോകാൻ റെഡിയാവുക. ഈ നട്ടുച്ചയ്ക്കോ? നട്ടുച്ചയൊന്നും അല്ല, 4 മണിയായി. അയ്യോ, 4 മണിയായോ? അവളങ്ങനെ ഒറ്റയ്ക്കാണ് പോണേ? കേട്ടോളല്ലേ പോയി ഒയിരേ. എന്റെ മുത്തപ്പ, ഇതിനാണോ അമ്പലത്തിൽ പോണത് എത്ര മോശമാണെന്ന് പറയണേ? ഇതിന് എനിക്ക് കൺട്രോൾ തരണേ. നിങ്ങളാ ഈ സായിയൊക്കെ ചുറ്റി എപ്പോഴും വീട്ടിലെന്നാൽ ശരിയാവില്ലല്ലോ. ഒന്ന് അമ്പലത്തിലൊക്കെ പോയേക്കാന്ന് ചോദിച്ചു. അമ്പലത്തിൽ നാളെ ആയാലും പോയപ്പോഴേ, അമ്പലം എങ്ങോട്ടും പോകുന്നില്ലല്ലോ. മോളുടെ ഉദ്ദേശം നല്ലതല്ലെന്ന് മനസ്സിലായി. മോളിപ്പോൾ ചെല്ലാൻ നോക്ക്, ഞാൻ അമ്പലത്തിൽ പോകും. ഒരെണ്ണമെങ്കിലും തന്നിട്ട് നോക്കൂടെ? എൻ്റെ പൊന്നല്ലേ, ഞാൻ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് തരും. കഷ്ടമുണ്ട്. പ്രോമിസ് ചെയ്യും, പ്രോമിസ്. അപ്പം ശരി, ഞാൻ പോയിട്ട് വരാവേ. അല്ല, നീ എങ്ങനെ പോവാനാ? ഞാൻ എങ്ങനെയെങ്കിലും പൊക്കോളാം എൻ്റെ കടുവയെ. പെട്ടെന്ന് വരണേ.
അമ്മ ഞാൻ ഇറങ്ങാണേ. ആ മോളെ ഞാനും ഉണ്ട്, എന്നാ വേഗം വായോ. അപ്പൊ ശരി കടുവേ, ഞങ്ങളെന്നാ ഉറങ്ങട്ടെ. കിട്ടിയതല്ല, ചോദിച്ചു മേടിച്ചതാ, അത്യാവശ്യമായിരുന്നു. കടുവ നിന്റെ മറ്റവള് ഇപ്പൊ കിടന്ന് ഉറങ്ങട ഇറക്ക, എന്റെ വായിക്കുന്ന കേൾക്കാതെ. എന്താ അമ്മ പറഞ്ഞല്ലോ എനിക്ക് ചേരുമെന്ന്? ആ ചേരുന്നുണ്ടാ ഞാൻ പറഞ്ഞിട്ട് ഊരിക്കളയാൻ. നിനക്ക് നാളെ കട്ടിലിൽ നിന്ന് നീക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതിപ്പോൾ ഊരിക്കളയണം, അതാ നിനക്ക് സേഫ്. അങ്ങനെ ഇപ്പം ഞാൻ ഊരിക്കളയുന്നില്ലെങ്കിലോ? കളയണ്ട, എങ്ങനെ നിന്ന് ഞാൻ കുളിച്ചിട്ടെ. വേദു നീ ഉറങ്ങിയോ? ഇപ്പോൾ ഈ എന്തോത്തിനുള്ള പുറപ്പാടാ എൻ്റെ മുത്തപ്പ. മനുഷ്യനെ എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റാക്കി കൊണ്ടുവരുമ്പോൾ വേദു ഇതെന്ത് കോലാടി? നീയല്ലേ പറഞ്ഞ ഉടുപ്പൊക്കെ ഒരുക്കളെ? ഞാൻ പറഞ്ഞത് ഉടുപ്പ് ഒരുക്കളഞ്ഞിട്ട് വേറെ എടുത്തിടാനാ. അല്ല മോളെ, എന്തിനുള്ള പുറപ്പാടാ? എൻ്റെ കൺട്രോള് കളയാനുള്ള പണിയാണെന്ന് മനസ്സിലായി. പക്ഷേ കളഞ്ഞ ഇന്നെങ്ങ് നിൽക്കത്തില്ല മോളെ. അതുകൊണ്ട് അത് കളയാൻ ഞാൻ അങ്ങോട്ട് ഉദ്ദേശിക്കുന്നില്ല. ആരോ ഷുവർ എൻ്റെ മുത്തപ്പ. രാജഹംസങ്ങൾ നിന്റെ പാട്ടിന്റെ വെണ്ണയുന്നുവോ? പകുതി പൂക്കുന്ന പാരിജാതങ്ങൾ പ്രാവുപോൽ നെഞ്ചിലമരുന്നോ?